ഹലോ ഫ്രണ്ട്സ്, ഇതാണ് ടുലിപ്പ് ഗാർഡൻ. നമ്മുടെ ഖത്തറിൽ ഒരു പുതിയ പാർക്ക് ഓപ്പൺ ആക്കിയിട്ടുണ്ട്. അതിൻ്റെ പേരാണ് എക്സ്പീരിയൻസ്. ഇതിൻ്റെ എക്സാക്ട് ലൊക്കേഷൻ വരുന്നത് നമ്മുടെ മെറൽ വാട്ടർ തീം പാർക്കിൻ്റെ ഓപ്പോസിറ്റ് സൈഡാണ്, ലുസൈൽ നോർത്ത്. അവിടെ ടുലിപ്പ് ഗാർഡൻ മാത്രമല്ല കേട്ടോ, പിള്ളേർക്ക് ചെയ്യാനായിട്ട് ഒരുപാട് ആക്ടിവിറ്റീസും പ്ലേ ഏരിയയും ഒരു പെഡസ്ട്രൽ ബ്രിഡ്ജൊക്കെ ഉണ്ട്. ജയ്ക്കുന് ഇങ്ങനെ ആക്ടിവിറ്റീസൊക്കെ ചെയ്യാൻ പോകാൻ ഒരുപാട് ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ ഈ വീക്കെൻഡ് ഞങ്ങൾ പോയത് ഇവിടേക്കാണ്. അവൻ എല്ലാ ആക്ടിവിറ്റീസും ട്രൈ ചെയ്തു. സിപ്പ് ലൈൻസ് ഉണ്ട്, സ്വിങ്സ് ഉണ്ട്, സ്ലൈഡ്സ് ഉണ്ട്, അങ്ങനെ ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട് അവിടെ. ഹി എൻജോയ്ഡ് എ ലോട്ട്. ഇതാണ് കേട്ടോ നമ്മുടെ ആർട്ടിഫിഷ്യൽ ടുലിപ്പ് ഗാർഡൻ. ആർട്ടിഫിഷ്യൽ ആണെങ്കിലും ലൈറ്റൊക്കെ വന്നിട്ട് കാണാൻ നല്ല ഭംഗിയാണ്. അതുകൊണ്ട് തന്നെ നല്ല ക്രൗഡഡ് ആയിരുന്നു. ഒരുപാട് പേര് വന്നിട്ടുണ്ട് കേട്ടോ ഫോട്ടോസൊക്കെ എടുക്കാനായിട്ട്. ഇതാണ് കേട്ടോ പെഡസ്ട്രിയൻ ബ്രിഡ്ജ്. ഒരു റിവറിന് അക്രോസ് ആണ് ഈ ബ്രിഡ്ജ് ഉള്ളത്. ഒരു ലോങ് ബ്രിഡ്ജാണ്. ഫുൾ ലൈറ്റൊക്കെ ഇട്ടിട്ട് കാണാൻ നല്ല ഭംഗിയാണ്. നമുക്ക് വൈകുന്നേരങ്ങളിൽ ഇങ്ങനെ വർത്തമാനം പറഞ്ഞൊക്കെ നടക്കാൻ നല്ല രസമുണ്ടാവും. തക്കടും ചേക്കൊക്കെ ഇങ്ങനെ ഓടി നടക്കുമായിരുന്നു. ഈ ബ്രിഡ്ജ് ചെന്ന് ചേരുന്നത് ഒരു കാക്ടസ് ഗാർഡനിലേക്കാണ്. ഒരുപാട് കാക്ടസ് ചെടികളൊക്കെ അവിടെയുണ്ട്. പക്ഷേ എന്നെ അട്രാക്റ്റ് ചെയ്തത് അവിടുത്തെ ട്രീസാണ്. പേരെനിക്കറിയില്ല, പക്ഷേ ആ ട്രീസിലിങ്ങനെ സീഡ്സൊക്കെ ഇങ്ങനെ മണിമണി പോലെ ഇങ്ങനെ തൂങ്ങി കിടക്കുന്നത് കാണാൻ നല്ല ഭംഗിയാണ്. ഒരുപാട് ബേർഡ്സൊക്കെ ഉണ്ട് കേട്ടോ ആ ട്രീസിൽ. ഈ ഏരിയ ഭയങ്കര ശാന്തമാണ്, ഒട്ടും ക്രൗഡഡ് അല്ല. നമുക്കിങ്ങനെ ബെഞ്ചസിലൊക്കെ ഇരുന്ന് കാമായിട്ടൊക്കെ ഇങ്ങനെ എന്താ പറയുക സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ടൈമാണ്. അതുപോലെ തന്നെ പിള്ളേർക്ക് കളിക്കാനായിട്ട് അവിടെ ഒരു സെപ്പറേറ്റ് പ്ലേ ഏരിയ തന്നെയുണ്ട്. അവിടെയും ഇതുപോലെ ഒരുപാട് ആക്ടിവിറ്റീസൊക്കെ ഉണ്ട്. പ്ലേ ഏരിയ കണ്ടതും ജേക്കും തക്കടും അങ്ങോട്ട് ഓടി കേട്ടോ. ജേക്ക് പോണതിൻ്റെ പുറകെ തന്നെയായിരുന്നു തക്കടും. കാരണം ചില കാര്യങ്ങളൊക്കെ തക്കടുവിന് തന്നെ കയറാനായിട്ട് ഒരു ചെറിയ പേടിയുണ്ട്. പക്ഷേ ജേക്ക് കയറി കഴിഞ്ഞാൽ ഷീസ് ഓക്കെ. അവൾ പിന്നാലെ തന്നെ വെച്ച് പിടിക്കും. എത്ര റിസ്കി ഉള്ളതാണെങ്കിലും അവൾ ട്രൈ ചെയ്യാൻ മുതിരും. പക്ഷേ ജേക്ക് കൂടെ വേണം. ഈ കാര്യത്തിലൊക്കെ അവളിങ്ങനെ അവൻ്റെ പുറകെ തന്നെ കയറുന്നുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ നമുക്കൊരു പേടി, കാരണം അവളുടെ കുഞ്ഞിക്കാലമായതുകൊണ്ട് കാലിടയിൽ പോകണം, നമ്മൾ ഇതിലേക്കൊന്നും അവളെ വിട്ടില്ല. അതുപോലെ തന്നെ ആ റിവറിലേക്ക് എൻ്റർ ചെയ്യാനായിട്ട് ഇങ്ങനെ സ്റ്റെപ്സൊക്കെ വെച്ചിട്ടുണ്ട്. പക്ഷെ ആരും വെള്ളത്തിൽ ഇറങ്ങുന്നൊന്നുമില്ല. നമുക്കവിടെ പോയിരുന്ന് ഇങ്ങനെ സ്പെൻഡ് ചെയ്യാൻ പറ്റും. അവരൊരുപാട് നേരം സ്ലൈഡ്സും സ്വിങ്സൊക്കെ കളിച്ചു. ഈ തക്കട് തൂങ്ങുന്നത് കണ്ടോ, ഓരോരുത്തർ കാണിക്കുന്നത് കണ്ടിട്ട് അവളും അങ്ങോട്ട് തൂങ്ങുകയാണ്. പിന്നെ അട്രാക്റ്റ് ചെയ്ത ഒരു ആക്ടിവിറ്റിയാണ് ഈ റൊട്ടേറ്റിംഗ് സ്വിങ്. അതിലും അവർ ഒരുപാട് നേരം എൻജോയ് ചെയ്തു കേട്ടോ. അങ്ങനെ ഇത്തവണത്തെ വീക്കെൻഡ് ഞങ്ങളുടെ കഴിഞ്ഞു. ഞങ്ങൾ അവിടുന്ന് തിരിച്ചു പോന്നു.